കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടി വീണ്ടും പുറകിൽ തന്നെ പോയിരിക്കും. എന്നിട്ട് ഞാൻ മുമ്പിൽ ഇരിക്കില്ല, ഞാൻ പുറകിൽ തന്നെ ഇരിക്കുള്ളൂ. കാരണം 2 തല്ല് കിട്ടിയില്ലെങ്കിൽ അവനൊരു സുഖമില്ല. നമ്മുടെ നാട്ടിൽ ചില കള്ളൂടിയന്മാരുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. വൈകുന്നേരം ആകുമ്പോൾ 4 എണ്ണം അടിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തിന്റെ കയ്യിൽ 4 തല്ല് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുഖമില്ല അവർക്ക്. പിറ്റേ ദിവസം ആളുകൾ തല്ലുന്നത് നോക്കി ചിരിക്കുകയും ചെയ്യും, വർത്താനം പറയുകയും ചെയ്യും. 20 കൊല്ലമായിട്ട് തല്ല് കിട്ടിയിട്ടും ചവിട്ടുകൊണ്ടിട്ടും എത്രമാത്രം അവഗണിച്ചിട്ടും പഠിക്കാത്തൊരു വിഭാഗമാണ് ആ സാധനം, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സാധനം. എന്ത് കിട്ടിയാലും പഠിക്കൂല. CPM കൂടെ കൊണ്ടുനടന്ന് അവസാനം പണി കൊടുത്തു. എന്നിട്ടും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഇതുപോലെ പണികളിലും പഠിക്കാൻ തയ്യാറാണ്. എന്നിട്ട് ലാസ്റ്റ് തെരഞ്ഞെടുപ്പായി കഴിയുമ്പോൾ സ്വന്തം പേരിലൊക്കെ മത്സരിക്കാൻ പാടില്ലേ? എന്നിട്ട് നമ്മളെ കുറ്റം പറയുക, പേര് മാറ്റി പോലും. ഒരു സ്ഥലത്ത് ജനകീയ മുന്നണി, വേറൊരു സ്ഥലത്ത് ജനകീയ വികസന മുന്നണി, ഞങ്ങളുടെ നാട്ടിൽ ജനകീയ വിരുദ്ധ മുന്നണി. ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്. ഓഫീസ് ഉണ്ടാവില്ല, നേതാവ് ഉണ്ടാവില്ല, പാർട്ടി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവരുമായിട്ട് നമുക്ക് പല കാര്യങ്ങളിലും അവരുമായിട്ട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, എന്തായാലും കഴിഞ്ഞ 10-25 കൊല്ലമായിട്ട് ഇവന്മാർ രാജ്യദ്രോഹികളായ, തീവ്രവാദികളായ, മതവിശ്വാസത്തിന് എതിരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരന്റെ അരിവാൾ ചിട്ടികൾക്ക് ഇട്ട് കൊണ്ടായിട്ടാണല്ലോ കുത്തുന്നത്. ആ ഒടുക്കത്തെ കുത്തൊന്ന് നിർത്തിയിട്ട് ഒരു തെരഞ്ഞെടുപ്പിന് നമുക്കൊന്ന് കുത്തട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരെ വിളിച്ച് ഓഫീസിൽ വരുത്തിയിട്ട് മുണ്ടൊക്കെ ഇട്ടാണ് വന്നത്. എന്നാലും ഒന്ന് ചർച്ച നടത്തിയിട്ട് പുറവശത്തെ വാരികൾ ഇറങ്ങിപ്പോയപ്പോൾ തന്നെ പത്രങ്ങൾ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ചർച്ച നടത്തിയിരിക്കുന്നു, വലിയ പ്രശ്നമാണ് ഉണ്ടാകാൻ പറ്റുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പുറത്തിറങ്ങി വന്നിട്ട് ചാനൽ നോക്കിയപ്പോ കണ്ടത് ചർച്ച. കുഞ്ഞാലിക്കുട്ടി, ഞാൻ വേറെ ആരോടും പറഞ്ഞില്ലായിരുന്നല്ലോ, ഞങ്ങൾ 4 പേരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ചർച്ച നടത്താൻ പോയ ഞാൻ അറിഞ്ഞു, പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ അറിഞ്ഞു, പുറത്തെ 2 ആളുകളും കൂടെ അറിഞ്ഞായിരുന്നു. അവരായിരിക്കും പുറത്തു പറഞ്ഞത്. പുറകിൽ നല്ല കിട്ടിയത്, മുമ്പിൽ നിന്നാ കിട്ടിയത്. പറഞ്ഞതാരെ കുറിച്ചാ? ഒരുപക്ഷെ കേരളത്തിലെ ഇന്ത്യ രാജ്യത്തിന്റെ മുസ്ലിം ഐക്യത്തെ തകർക്കുന്നതിന് വേണ്ടി, മുസ്ലിം ജനവിഭാഗങ്ങളെ ഒറ്റുകൊടുക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ മൊത്തം അധികാര കുത്തകകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഭരണകൂട ഭീകരതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, മുസ്ലിം സമുദായത്തെ തീവ്രവാദത്തിന്റെ മുൻമുനയിൽ നിർത്തിക്കൊണ്ട് ഈ സമുദായത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് RSSന്റെ, ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളുടെ പണം പറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന RSS എന്ന് പറയുന്ന രാജ്യദ്രോഹ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന, അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വയനാട് അടക്കമുള്ള മേഖലകളിലെ വിശുദ്ധ റമദാനുകളിൽ പോലും നോമ്പ് തുറന്നിട്ട് RSSന്റെ വയനാട് ജില്ലയിലെ കാര്യാലയങ്ങളുടെ പിൻതരങ്ങളിലേക്ക് സ്വന്തം ഭാര്യയെയും മക്കളെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് അവന്മാർ വിളമ്പിക്കൊടുക്കുന്നത് ഹറാമാണോ ഹലാലാണോ എന്ന് പോലും ചോദിക്കാതെ വിട്ടുപിടുങ്ങിക്കൊണ്ട് സൈബിയുടെയും RSSന്റെയും പണം പറ്റിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിം ഐക്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് KM ഷാജി, കേരള സംസ്ഥാനത്ത് നിന്ന്, ഇന്ത്യ രാജ്യത്ത് നിന്ന് സംഘപരിവാർ ഭീകരതയെ അന്തർദേശീയ തലത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിംഗിന്റെ ബ്രാൻഡ് അംബാസിഡറുടെ MK മുനീർ സാഹിബ് 2 പേരും കൂടെ പൊളിച്ചടുക്കി കൊടുത്തില്ലേ മുസ്ലിം ഐക്യത്തെ? എന്നിട്ട് ഷാജി നമുക്കെതിരെ ചില സമയത്ത് പറയാൻ വേണ്ടട്ടെ, വിവരമില്ലാത്തതുകൊണ്ടാണ്. ഇവരെ കിട്ടുന്ന പൈസക്ക് നന്ദി കാണിക്കണ്ടേ, അതിനു വേണ്ടി ചെയ്യുന്നതാണ്. 1997 അവകാശ സംരക്ഷണ ജാഥയുമായിട്ട് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് കേരളത്തിലെ 14 ജില്ലകളിലെ 120 മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുമ്പോ ആ നിരുത്തിന്റെ സന്തതിയായിട്ട് ഏറ്റവും ഒടുവിൽ പ്രസംഗിക്കാൻ വന്നിരുന്ന ആ മെലിഞ്ഞുകളും കൊന്നിച്ച ആ ചെറുകനെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. 13 വർഷക്കാലം കൊണ്ട്, 97 മുതൽ 2010 വരെയുള്ള 13 വർഷക്കാലം കൊണ്ട് ആ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് ഉയർന്നു വരുന്ന രാഷ്ട്രീയ നേട്ടത്തിന് പുറത്ത് സാമ്പത്തികമായിട്ടുണ്ടാക്കിയിട്ടുള്ള, രാഷ്ട്രീയപരമായിട്ടുണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ പട്ടിക കൂടി അന്വേഷിക്കണം. അപ്പോൾ മാത്രമേ ഈ സമുദായത്തെ ഒറ്റുകൊടുത്തിട്ട്, ഈ സംഘടനകളെ ഒറ്റുകൊടുത്തിട്ട് എത്ര കോടികൾ ഐബിയിൽ നിന്ന് RSSകാരന്റെ രാജ്യദ്രോഹികളിൽ നിന്ന് KM ഷാജി എന്ന് പറയുന്ന മുസ്ലിം വിരുദ്ധനായിട്ടുള്ള RSSന്റെ സംഘപരിവാറിന്റെ സഹയാത്രികൾ നേടിയെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. അത് മനസ്സിലാക്കണം. ഒറ്റയടിക്ക് മുസ്ലിം ഐക്യത്തെ പൊളിച്ചു കൊടുത്തു. ലീഗിന് കഴിയില്ല, മുസ്ലിം ലീഗിന് കഴിയില്ല, അതിന്റെ നേതൃത്വത്തിന് കഴിയില്ല. പാവപ്പെട്ട അണികളെ, പാവപ്പെട്ട മുസ്ലിം ജനവിഭാഗങ്ങളെ പറഞ്ഞ് പറ്റിച്ച് ആടിന് പ്രാവല കാണിച്ചു കൊണ്ടുപോകുന്നത് പോലെ ഇങ്ങനെ കൊണ്ടുപോയി ഒരു സംഘപരിവാറിന്റെയോ കോൺഗ്രസിന്റെയോ കാഴ്ചവെട്ടിൽ കൊണ്ടുപോയി കെട്ടിയിടാമെന്നല്ലാതെ. ഇവിടെ ഇന്ന് 2 ദിവസം മുമ്പ് എടപ്പാളിൽ ഒരു യോഗത്തിന് ചെല്ലുമ്പോൾ അവിടെയുള്ള പ്രവർത്തകർ പറയുക, RSSന് വോട്ട് ചെയ്താലും SDPIക്ക് വോട്ട് ചെയ്യരുത് എന്നാണ് ലീഗുകാർ പറഞ്ഞിരിക്കുന്നത്. അതിപ്പോ ഒരു പുതിയ കാര്യമാണോ?
അതൊരു പുതിയ കാര്യമല്ല. RSSനെ വിജയിപ്പിച്ചാലും SDPI വിജയിപ്പിക്കരുത്. ഞങ്ങളുടെ മുമ്പിൽ മലപ്പുറം ജില്ല ഒരു അജണ്ട അല്ല സുഹൃത്തുക്കളെ. ഒരു സംശയം വേണ്ട. മലപ്പുറം ജില്ലയിലെയോ കോഴിക്കോട് ജില്ലയിലെയോ 3 4 രാജ്യസഭാ സീറ്റുകളോ ലോകസഭാ സീറ്റുകളോ കണ്ടിട്ടോ 10 15 നിയമസഭാ സീറ്റുകളോ കണ്ടിട്ടോ ഉണ്ടാക്കിയ ഒരു ഉണക്ക പാർട്ടിയല്ല ഇത്. ഈ പാർട്ടി ഇന്ത്യ രാജ്യത്തെ 29 സംസ്ഥാനങ്ങളിൽ കണ്ടിട്ടുണ്ടാക്കിയിട്ടുള്ളതാ. ഈ പാർട്ടി വിജയം നേടിയിട്ടുള്ളത് കേരളത്തിൽ നിന്ന് ആദ്യം മുന്നേറ്റം സൂചിപ്പിച്ചു. രാജസ്ഥാനിൽ നിന്ന് കർണാടകയിൽ നിന്ന് ഈ പാർട്ടിക്ക് ആദ്യത്തെ MP ഉണ്ടായിരുന്നത്, ആദ്യത്തെ MLA ഉണ്ടായിരുന്നത് ഞങ്ങൾ ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു അത് കേരളത്തിൽ നിന്ന് ആവരുതെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഒരു സംശയം വേണ്ട. ഞങ്ങൾ നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നിരിക്കുന്ന ഒരു സാധനമൊന്നുമല്ല. നിങ്ങൾ നോക്കിയാൽ ഞങ്ങളൊട്ട് ഇല്ലാതാവുകയും ഇല്ല. അതാ സത്യം. നമ്മൾ തമ്മിലൊരു ക്ലാഷിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇനി അത്തരത്തിലുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ആശയപരമായി ഏത് വേദിയിലും ഈ രാജ്യത്തെ ദളിതുകളുടെയും മുസ്ലിങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ വിജയവും ആ ഇടപെടലുകളെ കുറിച്ചുള്ള നിരീക്ഷണങ്ങളുമായിട്ട് പരസ്യമായിട്ടുള്ള തുറന്ന സംവാദങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കാം. പക്ഷെ പറയണം എന്ത് ചെയ്തു. ആ പറയുന്ന മലപ്പുറം ജില്ലയെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ. കേരളത്തിലെ 80 ലക്ഷം വരുന്ന മുസ്ലിങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ. കാരണം നിങ്ങളുടെ പേര് മലപ്പുറം ലീഗ് എന്നല്ല, കേരള ലീഗ് എന്നല്ല. നിങ്ങളുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന. ഇന്ത്യ രാജ്യത്തെ 20 കോടി മുസ്ലിങ്ങളുടെ മോചനത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയണം. അത് പറയാൻ കഴിയാത്തിടത്തോളം നമ്മൾ തമ്മിൽ അത്തരത്തിലുള്ള കാര്യമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയില്ല, ലീഗിന് കഴിയില്ല. മറുവശത്ത് പിന്നെ CPM-നെ നോക്കണോ? CPM-കാരെ നമ്മളെ രക്ഷിക്കുവോ? ഇവിടെ മലപ്പുറമൊക്കെ ചോപ്പിക്കാൻ വേണ്ടിയിട്ട് ഹംസാദ് ഇപ്പൊ പണിയൊന്നുമില്ല കേട്ടോ. ഒരു കാലത്ത് നേതാവായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത് ഇയാളെ കൊണ്ട് ഒരു ഗുണവുമില്ല. എത്രവാരം വിട്ടാലും നന്നാവില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി പുറത്തിറങ്ങിയേക്കരുത്, മൈക്കിന്റെ മുമ്പിൽ വന്നേക്കരുത്. പാട്ട് പാടാൻ അറിയാമെങ്കിൽ കയറിൽ പോയിരുന്നിട്ട് 10 രൂപയൊക്കെ കൊടുത്ത് അവിടെ ഉണ്ടാവണം. ഇപ്പൊ വിട്ടു പണിയൊക്കെ വിട്ടിട്ട് അവിടെ കൊണ്ടുവരുത്തിരിക്കുകയാണ്. എന്നിട്ട് ഹംസാദായി വന്നപ്പോഴാണ് കുഴപ്പമില്ല, ഞങ്ങൾ നന്നാക്കാം. ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ, ഇന്ത്യ രാജ്യത്തെ ദളിതുകളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഒപ്പം നിർത്തിയിട്ടുണ്ടോ? അവരുടെ ഏതെങ്കിലും അവകാശ പോരാട്ടത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടോ? അവർക്കൊപ്പം ഏതെങ്കിലും കാലത്ത് അവർ നിന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ഏതെങ്കിലും കാലത്ത് CPM അവർക്കൊപ്പം നിന്നിട്ടുണ്ടോ?